രാജ്ഭവൻ RSS ശാഖയാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി എസ്.എഫ്.ഐ നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. എസ്.എഫ്.ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവനെന്ന് എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവ് പറഞ്ഞു. രാജേന്ദ്ര ആർലേക്കർ മുൻ ഗവർണർ മുന്നോട്ട് വെച്ച നിലപാട് തുടരുന്നു. ഗവർണർ നടപടി തിരുത്തണമെന്നും പി.എസ്. സഞ്ജീവ് ആവശ്യപ്പെട്ടു. RSSന്റെ തറവാട്ട് സ്വത്തല്ല കേരളം, അതിന്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ. രാജേന്ദ്ര ആർലേക്കർ എന്ന ഒന്നാം തരം സംഖ്യയായിട്ടുള്ള ഒരു ഗവർണർ കേരള മണ്ണിൽ ചവിട്ടിയതിനു ശേഷം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിൻ്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള ആർലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയതര പ്രതിഷേധമാണ് എസ്.എഫ്.ഐ സംഘടിപ്പിച്ചത്. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്തായിരുന്നു മാർച്ചിൽ നേതാക്കൾ പറഞ്ഞത്? പോലീസിന്റെ ഇടപെടൽ ഇത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് എസ്.എഫ്.ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിൽ തന്നെ ഗവർണറുടെ നിലപാടിനെതിരെ ശക്തമായി തന്നെ സംഘടനകളും ജനാധിപത്യ വിശ്വാസങ്ങളും ഒക്കെ തന്നെയും രംഗത്ത് വന്നിരുന്നു. അതിന് തുടർച്ചയായി തന്നെയാണ് എസ്.എഫ്.ഐ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവാണ്. സഞ്ജീവ് പറഞ്ഞു വെച്ചൊരു കാര്യമെന്ന് പറഞ്ഞ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നയാൾ ഇത്തരത്തിൽ ഭരണഘടനാപരമായി തന്നെ പെരുമാറേണ്ടതുണ്ട്, അത്തരത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയും നടത്തേണ്ടതുണ്ട്. പക്ഷേ അതിന് വിഭിന്നമായി ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ചിഹ്നങ്ങളും അതിനൊപ്പം തന്നെ അടയാളങ്ങളും ഒക്കെ തന്നെയും ഈ പൊതുപരിപാടികളിൽ ഉയർത്തിക്കാട്ടുന്നു. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നത് തന്നെയാണ് പി.എസ്. സഞ്ജീവ് ഇന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ചുമതലകൾ ഈ ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ചുള്ള ചുമതലകൾ നിർവഹിക്കേണ്ട ആ വ്യക്തി ഇത്തരത്തിൽ ചെയ്യുന്നത് അത് തിരുത്തേണ്ട ഒരു കാര്യമാണ്. അത് തിരുത്തിയില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. സുലേഖ, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് എതിരെ ഉയരുന്നത്. രാജ്ഭവനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് എസ്.എഫ്.ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ.